ചെയ്ത ഡച്ചുകാർ തന്നിഷ്ടപ്രകാരം വില വർദ്ധിപ്പിക്കുന്നതിൽ രോഷാകുലരായ ഏതാനും കച്ചവടക്കാർ 1599 ലണ്ടനിൽ ഒത്തുചേർന്ന് 125 ഓഹരി ഉടമകളിൽ നിന്നും പിരിച്ചെടുത്ത 72,000 പവൻ മൂലധനവുമായി ഇന്ത്യയോട് നേരിട്ട് കച്ചവടം നടത്താൻ രൂപീകരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് കയ്യൂക്ക് കൊണ്ടും കൗശലം കൊണ്ടും ഇന്ത്യയെ കീഴടക്കി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സ്ഥാപിച്ച് കാലങ്ങളോളം നമ്മെ ഭരിക്കുകയായിരുന്നല്ലോ. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടപ്പോൾ തങ്ങളുടെ കൗശലങ്ങൾ കൊണ്ട് ഇനിയും പിടിച്ചു നിൽക്കാനാവില്ലെന്ന് വന്നപ്പോൾ കാര്യങ്ങൾ ഇന്ത്യ വിഭജനത്തോളം എത്തിക്കുന്നതിലും അവർ വിജയം കണ്ടു. 1947 ആഗസ്റ്റ് 15 പാതിരാത്രിയിൽ സ്വതന്ത്രയാകുമ്പോൾ 565 നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. വൈരുദ്ധ്യങ്ങളുടെയും സമുച്ചയമായ ഈ മഹാരാജ്യത്തെ ജനവിഭാഗങ്ങളെ ഏകീകരിക്കുക, ഒരു നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളി അദ്ദേഹം ധീരമായി ഏറ്റെടുത്തു. രാഷ്ട്രീയമായും നിയമപരമായും വിമോചനോന്മുഖമായ അധസ്ഥിതർക്കും കീഴാളർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമെല്ലാം സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്ന, എല്ലാവർക്കും അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കാനുതകുന്ന കിടയേറ്റ ഒരു ഭരണഘടന നമുക്ക് നൽകുന്നതിൽ അദ്ദേഹം വിജയിച്ചു. സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നു. ഇന്ത്യ റിപ്പബ്ലിക്കിന് ഇന്ന് 65 വയസ്സാവുകയാണ്. അധികാരത്തെ ഭയത്തോടെ സമീപിച്ചിരുന്നവരും ഉത്തരവാദിത്തങ്ങളെ ഗൗരവത്തോടെ കണ്ടിരുന്നവരുമായ ആദ്യകാല നേതാക്കൾ താരതമ്യേന മെച്ചപ്പെട്ട ഭരണം രാജ്യത്ത് കാഴ്ചവെക്കുന്നതിൽ വിജയിച്ചവരായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനാർഹമായ ഒട്ടേറെ നേട്ടങ്ങൾ നമ്മുടെ രാജ്യം കൈവരിച്ചിട്ടുണ്ട്. വലിപ്പത്തിന്റെ കാര്യത്തിൽ 4ാം സ്ഥാനമാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളത്. ശാസ്ത്ര സാങ്കേതിക ഗവേഷണ രംഗങ്ങളിൽ ലോകത്തെ തന്നെ മുൻനിര രാഷ്ട്രങ്ങളോടൊപ്പമാണ് നമ്മുടെ സ്ഥാനം. നമ്മുടെ മംഗൾയാൻ ചൊവ്വയെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ രംഗവും വളരെ മികച്ചതാണ്. കഴിഞ്ഞ 3 വർഷമായി ഇന്ത്യയിൽ പോളിയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഇന്ത്യയെ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ഈയിടെയാണ്. മികച്ച സാമ്പത്തിക വളർച്ചയും വ്യാവസായിക പുരോഗതിയും നാം സ്വന്തമാക്കിയിട്ടുണ്ട്. സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലും നമ്മുടെ സേവന രംഗങ്ങൾ മികച്ചതാണ്. ലോകരാഷ്ട്രങ്ങളെമ്പാടും പല മേഖലകളിലും സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വിദഗ്ധരെ നമ്മുടെ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വിദേശികൾ ധാരാളമായി വന്നു പിടിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മികച്ച ഗതാഗത സൗകര്യങ്ങൾ, റോഡുകൾ, വിമാനത്താവളങ്ങൾ, ഡാമുകൾ എല്ലാം നമുക്കുണ്ട്. പക്ഷേ ഇതെല്ലാം നാണയത്തിന്റെ ഒരു വശം മാത്രമാണ്. അതേസമയം മറുഭാഗത്ത് രാഷ്ട്രത്തിന്റെ ജനാധിപത്യത്തിന്റെ കാവലാളായ 4 നെടുത്തൂണുകൾക്കും, അതായത് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പ്രസ് വളരെയധികം പുഴുക്കുത്തേറ്റിരിക്കുകയാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കുമെന്ന് കരുതപ്പെടുന്ന ജുഡീഷ്യറി പോലും നമുക്കറിയാം പലപ്പോഴും ആരോപണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ കാവൽ നായ്ക്കളാവേണ്ട പത്രങ്ങളാവട്ടെ അണ്ണാക്കിൽ കുടുങ്ങിയ പണച്ചാക്കുകൾ മൂലം എന്നോ പുരക്കാൻ മറന്നുപോയിരിക്കുന്നു. കുത്തക പത്രങ്ങൾ വ്യവസായ ഭീമന്മാർക്ക് സ്വന്തമാണ്. മാത്രമല്ല തെളിഞ്ഞ പത്രക്കാർ പോലും ഇവരുടെ വാലാട്ടികളായിരിക്കുന്നു. പൗരന്റെ വ്യക്തിപരമായ വിവരങ്ങൾ പോലും സർക്കാരും കോർപ്പറേറ്റുകളും മാധ്യമങ്ങളും യഥേഷ്ടം ചോർത്തിയെടുക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 68 ആണ്ടുകൾ കഴിയുമ്പോഴും ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ, നിരക്ഷരത, ജാതി മേധാവിത്വം, അയിത്തം, സ്ത്രീപീഡനം, ന്യൂനപക്ഷ വേട്ട, അഴിമതി, വർഗീയ കലാപങ്ങൾ മുതലായവ രാജ്യത്തെക്കുറിച്ച് നൽകുന്ന ചിത്രം ശോഭനമല്ല. ഇന്ത്യയുടെ ജനാധിപത്യ ഗാത്രത്തിൽ അവ ക്യാൻസർ പോലെ പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവശ്യ സാധനങ്ങൾക്കടക്കം കുതിച്ചുകൊണ്ടേയിരിക്കുന്ന വിലകളും ഒപ്പം രൂപയുടെ മൂല്യത്തകർച്ചയും ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സബ്സിഡികൾ വെട്ടിക്കുറച്ചും എടുത്തുകളഞ്ഞും സർവീസ് മേഖലകളിൽ നിന്ന് പോലും സാവധാനം പിന്തിരിഞ്ഞും സർക്കാരും രീതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടിഘോഷിക്കപ്പെട്ട പുരോഗതികൾ പോലും ജനങ്ങളിലെ വലിയൊരു വിഭാഗത്തിന് അപ്രാപ്യമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, സ്ത്രീ സാക്ഷരത, പോഷകാഹാരം മുതലായവയിലെല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാളും വലിയ മെച്ചപ്പെട്ടതൊന്നുമല്ല നമ്മുടെ സ്ഥിതി. എന്തിന് നമ്മുടെ അയൽക്കാരായ നമുക്കറിയാം ബംഗ്ലാദേശ് ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്കാളും മോശമായ ബംഗ്ലാദേശ് പോലും വികസനത്തിന്റെ കാര്യത്തിൽ നമ്മെക്കാളും പല ഘടകങ്ങളിലും മുന്നിട്ടാണ് നിൽക്കുന്നത്. ഉദാഹരണത്തിന് ബംഗ്ലാദേശിന്റെ ശരാശരി ആയുർദൈർഘ്യം 69 ആണെങ്കിൽ നമ്മുടേത് 65 മാത്രമാണ്.
ഇന്ത്യയിൽ 50% വീടുകളിലും ടോയ്ലറ്റ് സൗകര്യമില്ലാത്തപ്പോൾ ബംഗ്ലാദേശിൽ ഇത് 10% മാത്രമാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുപോലെ ശിശുമരണ നിരക്കും ഇന്ത്യയേക്കാൾ കുറവാണ് ബംഗ്ലാദേശിൽ. ഇന്ത്യയുടെ ദേശീയ ഉൽപാദനം വെറും 1.5% മാത്രം ആരോഗ്യ മേഖലയ്ക്ക് ചെലവഴിക്കുമ്പോൾ വികസിത രാഷ്ട്രങ്ങൾ 6.5% വരെ ആരോഗ്യരംഗത്തേക്ക് ചെലവഴിക്കുന്നു എന്നുള്ളത് നാം വായിക്കേണ്ടതുണ്ട്. ഇതിനർത്ഥം പൊതു മേഖലയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നതിന് പകരം സ്വകാര്യ മേഖലയിലെ ചികിത്സാ വിദഗ്ധർക്ക് ഈ രംഗം വിട്ടുകൊടുത്തുകൊണ്ട് അവരെ കൊഴുക്കാനും ചൂഷണം ചെയ്യാനും വിടുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമീപകാലത്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗതിമാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്ന്, രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണം. കുറ്റവാളികളുടെയും കൊടുംകുറ്റവാളികളുടെയും ഒടുവിലത്തെ അഭയസ്ഥാനമല്ല, ആദ്യത്തെ രക്ഷാകേന്ദ്രമാവുകയാണ് നമ്മുടെ നിയമനിർമ്മാണ സഭകൾ. രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണവും ക്രിമിനലുകളുടെ രാഷ്ട്രീയവൽക്കരണവും ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലമാക്കുകയാണ്. എല്ലാ മുഖ്യധാരാ പാർട്ടികളിലും ക്രിമിനലുകൾക്ക് മതിയായ പ്രാതിനിധ്യമുണ്ട്. അതേ പ്രാതിനിധ്യം അവർക്ക് പാർലമെന്റിലും നിയമസഭകളിലുമുണ്ട്. സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും നാഷണൽ ഇലക്ഷൻ വാച്ചും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം നിലവിലുള്ള 543 ലോക്സഭാ അംഗങ്ങളിൽ 30%, അതായത് 162 പേരും ക്രിമിനൽ കേസ് നേരിടുന്നവരാണ്. അതിൽ 76 പേർ ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽപ്പെട്ടവരാണ്. അതുപോലെ 235 രാജ്യസഭാ മെമ്പർമാരിൽ 40 പേരും ക്രിമിനൽ കേസ് നേരിടുന്നവരാണ്. 2004 മുതൽക്കിങ്ങോട്ട് മത്സരിച്ചവരിൽ 75% ക്രിമിനൽ പശ്ചാത്തലമുള്ള ശിവസേനയാണ് ഈ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് 46% ക്രിമിനലുകളെ മത്സരിപ്പിക്കുന്ന ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസിന്റെ 22%, ബിജെപിയുടെ 31% സ്ഥാനാർത്ഥികൾ ലോക്സഭാ മെമ്പർമാർ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണ്. 2004 മുതൽക്ക് ഇങ്ങോട്ട് വിവിധ പാർട്ടികൾ നിയമസഭകളിലേക്ക് ഒന്നിലധികം തവണ മത്സരിപ്പിച്ച 4181 സ്ഥാനാർത്ഥികളിൽ നടത്തിയ പഠനം വ്യക്തമാക്കുന്നത് ഇതിൽ 1072 പേരും ആദ്യ തവണ മത്സരിപ്പിക്കുമ്പോൾ തന്നെ തങ്ങൾക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉള്ളവരായിരുന്നു എന്നാണ്. ഇതിൽ 780 പേർക്ക് പാർട്ടികൾ രണ്ടാമതും ടിക്കറ്റ് കൊടുത്തു. അതിനർത്ഥം വ്യാപകമായി വരുന്ന ക്രിമിനൽ വൽക്കരണത്തെ പ്രതിരോധിക്കുന്നതിന് പകരം കൂടുതൽ വളം നൽകാനാണ് പാർട്ടികൾക്ക് താല്പര്യം എന്നുള്ളതാണ്. നാഷണൽ ഇലക്ഷൻ വാച്ചിന്റെ തന്നെ പഠനത്തെ ആസ്പദമാക്കി ശ്രീ വിപിൻ ദാമോദരൻ എഴുതുന്നു. രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിൽ എംപിമാരും എംഎൽഎമാരും ഉൾപ്പെടെ 4835 അംഗങ്ങളാണുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പക്കലുള്ള കണക്ക് പ്രകാരം ഇവരിൽ 1448 പേർക്കെതിരെയും ക്രിമിനൽ കേസുകളുണ്ട്. ഇതിൽ 641 പേർക്കെതിരെയുള്ളത് ബലാത്സംഗം, കൊലപാതക ശ്രമങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, കള്ളക്കടത്ത് തുടങ്ങിയ ഗൌരവപൂർവമായ കുറ്റകൃത്യങ്ങളാണ്. ഇന്ത്യയുടെ വന്യവയോധിക പാർട്ടിയായ കോൺഗ്രസിൽ കുറ്റവാളികളുടെ എണ്ണം 305. ഇത് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ കണക്കാണ്. എംപിമാരുടെയും എംഎൽഎമാരുടെയും ഇടയിലുള്ള ആദർശവും സാംസ്കാരികതയും വാദോരാതെ സംസാരിക്കുന്ന ബിജെപിയിലാകട്ടെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ജനപ്രതിനിധികളുടെ എണ്ണം 313. തൊട്ടു പിന്നാലെയുള്ളത് മുലായം സിംഗിന്റെ സമാജ്വാദി പാർട്ടിയും ബംഗാൾ വാഴുന്ന മമതയുടെ തൃണമൂൽ കോൺഗ്രസുമാണ്. തമ്മിൽ ഭേദം CPM തന്നെ. പ്രാദേശിക ദേശീയ പാർട്ടികൾക്കെല്ലാം പിന്നിൽ 12ാമതാണ് CPMന്റെ സ്ഥാനം. ഇത്തരം ക്രിമിനലുകൾ പരമോന്നത നിയമനിർമ്മാണ സഭകളെ കയ്യിലൊതുക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ശോഭന ഭാവിയെക്കുറിച്ച് എന്ത് സ്വപ്നങ്ങളാണ് നാം കാണേണ്ടത്? മൊത്തം ജനസംഖ്യയുടെ 40% പട്ടിണി പാവങ്ങളായ ഒരു രാജ്യത്തെ പരമോന്നത നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളായവരുടെ 1/3 ഇത്തരത്തിൽ ക്രിമിനലുകളാണെങ്കിൽ എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലാണ് ഈ രാജ്യം ദാരിദ്ര്യമുക്തമാവുക? സ്വന്തം പാർട്ടികളിൽ നിന്നും ക്രിമിനലുകളെ തൂക്കിയെറിയുവാൻ ഇച്ഛാശക്തിയുള്ള നേതൃത്വം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനിയും ഉണ്ടായിട്ട് വേണം. 2, പണച്ചാക്കുകളുടെ രാഷ്ട്രീയം. സാധാരണക്കാർക്ക് സങ്കല്പിക്കാൻ പോലും ആവാത്ത വിധം ചെലവേറിയതാണ് ഇന്ന് രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ സമ്പന്നരുടെയും അതിസമ്പന്നരുടെയും കളിയരങ്ങാണ് ഇന്ന് പാർലമെന്റും നിയമനിർമ്മാണ സഭകളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും രാജ്യസഭാംഗവുമായ വീരേന്ദ്ര സിംഗ് കഴിഞ്ഞ വർഷം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഇന്ത്യയിൽ വലിയ ഞെട്ടലുകളൊന്നും ഉണ്ടാക്കിയില്ല. രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് ലഭിക്കണമെങ്കിൽ 100 കോടി രൂപ വരെ കൊടുക്കണമെന്നാണ് അദ്ദേഹം തുറന്നടിച്ചത്. വിവാദമായപ്പോൾ അദ്ദേഹം പ്രസ്താവന പിൻവലിച്ചെങ്കിലും രാജ്യസഭയിൽ ഒരു ചോദ്യം ഉന്നയിക്കാൻ പോലും ലോകസഭാ പ്രതിനിധികൾ കോടിക്കണക്കിന് രൂപയുടെ വിലയിടുന്നത് എന്തിനാണ് എന്നുള്ളത് ഈ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നു. മുതൽ മുടക്ക് 5 വർഷങ്ങൾ കൊണ്ട് വൻ ലാഭത്തോടെ തിരിച്ചു പിടിക്കാൻ എന്തൊക്കെ വൃത്തികേടുകൾ തന്നെ ഇവർ ചെയ്യേണ്ടി വരില്ല. ജനതാദൾ യുണൈറ്റഡിന്റെ രാജ്യസഭാംഗം
ഡോക്ടർ മഹേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ പാർലമെന്റിലെ അതിസമ്പന്നൻ. വെളിപ്പെടുത്തിയ ആസ്തി വെറും 692 കോടി. 616 കോടി ആസ്തിയുള്ള മധ്യചക്രവർത്തി വിജയ് മല്യയും 494 കോടി ആസ്തിയുള്ള ചലച്ചിത്ര നടി ജയാ ബച്ചനും ഒക്കെ നമ്മുടെ രാജ്യസഭയിലെ താരങ്ങളാണ്. മുൻ ആന്ധ്ര മുഖ്യൻ YSR റെഡ്ഡിയുടെ മകൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ ആസ്തി 446 കോടി. ഇങ്ങനെ 100-ലധികം കോടി ആസ്തിയുള്ള 10-ലേറെ എംപിമാരുണ്ട് നമുക്ക്. 10-6 പേരും വ്യവസായികളുമാണ്. ഇങ്ങനെ അതിസമ്പന്നരായ ബിസിനസ്സുകാർക്ക് ജനാധിപത്യത്തിന്റെ ഉന്നത സഭകളിലുള്ള താല്പര്യം എന്തായിരിക്കുമെന്ന് വ്യക്തമാണല്ലോ. ഇപ്പോഴത്തെ ലോക്സഭയിൽ 1 കോടിയിലധികം ആസ്തിയുള്ള എംപിമാരുടെ എണ്ണം 300 ആണ്. 14ാം ലോക്സഭയിൽ ഇത് 154 മാത്രമായിരുന്നു ഓർക്കുക. വെറും 5 വർഷങ്ങൾ കൊണ്ട് സഭയിലെ കോടിപതികളുടെ എണ്ണം ഇരട്ടിച്ചു. ഇക്കണക്കിന് വരുന്ന മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്താവും സ്ഥിതി എന്നൊന്ന് ആലോചിച്ചു നോക്കുക. 138 എംപിമാരുമായി കോടിപതികളുടെ എണ്ണത്തിൽ കോൺഗ്രസ് തന്നെയാണ് മുമ്പിൽ. 58 പേരുമായി BJP 2ാം സ്ഥാനത്തും നിൽക്കുന്നു. 543 എംപിമാരുടെ മൊത്തം ആസ്തി 3075 കോടിയാണ്. അഥവാ ഓരോ എംപിക്കും ശരാശരി 5 കോടിക്ക് മുകളിൽ. എംപിമാർ വെളിപ്പെടുത്തിയ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണിത് എന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് വിദേശ ബാങ്കുകളിൽ കുമിഞ്ഞുകൂടുന്ന ഇന്ത്യക്കാരുടെ അജ്ഞാത നിക്ഷേപങ്ങളും അവയെ ഉപയോഗിച്ച് ഇന്ത്യയിൽ നിർബാധം വിഹരിക്കുന്ന കള്ളപ്പണവും. ഏറ്റവും ചുരുങ്ങിയ കണക്കനുസരിച്ച് 1,00,000 കോടിക്ക് മുകളിലാണ് ഇന്ത്യയിലെ കള്ളപ്പണം. യഥാർത്ഥ തുക ഇതിന്റെ 100 മടങ്ങ് വരുമെന്നും കള്ളപ്പണം ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1/3 വരുമെന്നും ഇന്ത്യയുടെ വിദേശ കടത്തേക്കാളും വലുതാണ് തുകയെന്നും പറയപ്പെടുന്നു. ഇടപാടുകളിലെ രഹസ്യ സ്വഭാവമാണ് കണക്കുകളിൽ ഇത്ര വലിയ വ്യത്യാസമുണ്ടാവാൻ കാരണം. സർക്കാരിന് നൽകുന്ന കണക്കുകളിൽ ഉൾപ്പെടാതെ നികുതി വെട്ടിക്കുന്ന പണമാണല്ലോ കള്ളപ്പണം. ആദായ നികുതി ഇനത്തിൽ സർക്കാരിന് പ്രതിവർഷം എത്ര വലിയ തുകയാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ഒരു 30% ടാക്സ് വെച്ച് ഈ തുകയുടെ നഷ്ടം എത്രയായിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഈ കള്ളപ്പണത്തിന്റെ 1/3 വ്യവഹാരം നടക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ്. സ്വർണത്തിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണ വാണിജ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് മറ്റൊരു ഭാഗം നടക്കുന്നത്. ഭരണകൂടത്തിന്റെ ദൗർബല്യത്തിന്റെയും സൗമനസ്യത്തിന്റെയും അടയാളമാണ് ഇന്ത്യക്കാരുടെ കണക്കില്ലാത്ത വിദേശ നിക്ഷേപമെന്നും പൗരന്മാരുടെ ക്ഷേമത്തിന് ഉപകരിക്കേണ്ട പണം വിദേശ നാടുകളുടെ നിയമവിരുദ്ധ ഏജൻസികളുടെയും കയ്യിലിരിക്കുന്നത് അതീവ ഗൗരവത്തോടെ കാണണമെന്നും സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അത് കേട്ടമട്ടില്ല. 3. ഉറവിടം അറിയാത്ത കണക്കിൽപ്പെടാത്ത പണം. 2008 ഡിസംബറിൽ ഡൽഹിയിലെ അശോക റോഡിലുള്ള BJP ഓഫീസിൽ ഒരു സംഭവം നടന്നു. BJPയുടെ ആസ്ഥാനത്ത് വെച്ച് 2.5 കോടി രൂപ അപ്രത്യക്ഷമായി മോഷണം പോയി. ഇന്ന് വരെ 2008 കഴിഞ്ഞ് ഇപ്പൊ കൊല്ലം എത്രയായി, ഇന്ന് വരെ BJP അതിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടില്ല. തങ്ങള് പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തും എന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ അതിന്റെ വിശദാംശങ്ങളും ഇന്ന് വരെ പുറത്തുവിട്ടിട്ടില്ല. കാരണം ഉറവിടം വെളിപ്പെടുത്താനാവാത്ത പണം അതിന്റെ പേരിൽ പരാതി കൊടുത്താൽ ആരാണ് കൊടുക്കുക? പാർട്ടി തന്നെയാണ്. രാഷ്ട്രീയ കക്ഷികൾക്ക് ലഭിക്കുന്ന സംഭാവനകളിൽ സിംഹഭാഗത്തിന്റെയും ഉറവിടം അജ്ഞാതമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇത് BJPക്ക് നഷ്ടപ്പെട്ട കാശിന്റെ കണക്കാണ്. ഇത് എല്ലാ പാർട്ടികളുടെ കാര്യത്തിലും ശരിയാണ്. 2004 മുതൽ 2012 വരെയുള്ള 7 വർഷ കാലയളവിൽ രാജ്യത്തെ 6 ദേശീയ പാർട്ടികളുടെ വരുമാനത്തിന്റെ 75% അഥവാ 4,995 കോടി രൂപ വന്നത് അറിയപ്പെടാത്ത ഉറവിടങ്ങളിൽ നിന്നായിരുന്നു. ഇതിൽ പകുതിയും ഇവർ സമ്പാദിച്ചത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലയളവിലാണ്. ഇനിയിപ്പോ അതേപോലെ ഒരു ചാകരയാണ് വരാനിരിക്കുന്നത്. വരുമാനത്തിന്റെ സുതാര്യതയില്ലായ്മയിൽ ദേശീയ കക്ഷികളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. കോർപ്പറേറ്റുകളെ തലോടിയും ഹവാല വഴിയും കാശിനായി വോട്ടുമറിച്ചു വിറ്റുമൊക്കെ നേടിയതാണ് ഈ പണം. ജനങ്ങൾ സംഭാവന ചെയ്തതാണെന്നാണ് പാർട്ടികളുടെ നിലപാട്. ഉദാഹരണത്തിന് BSP പറയുന്നത് മായാവതിക്ക് സംഭാവന കൊടുക്കുന്നതാണെന്നാണ്. അതുപോലെ കോൺഗ്രസ് പറയുന്നത് തങ്ങള് ഈ പാവപ്പെട്ട അനുയായികളുടെ പേരിൽ നിന്നൊക്കെ പിരിവെടുത്തിട്ട് നേടിയതാണ് ഈ കാശുകൾ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഏതായാലും കാശിന് കണക്കില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. 4. കോർപ്പറേറ്റുകളുടെ സ്വാധീനം. 90കളോടെ രാജ്യം വ്യക്തമായും മുതലാളിത്ത രീതികളിലേക്ക് മാറുകയും ഗാട്ട് കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തതോടെയാണ് കോർപ്പറേറ്റുകൾക്കും വൻകിട രാജ്യങ്ങൾക്കും വാതിലുകൾ മലർക്കെ തുറന്നിട്ടുകൊണ്ട് ഇന്ത്യ ഒരു തുറന്ന വിപണിയാകുന്നത്. ലോക മുതലാളിമാരോട് കിടപിടിക്കുന്ന ചില അതിസമ്പന്നരെ പടച്ചുതൊഴിച്ചാൽ അസമത്വവും വിലക്കയറ്റവുമാണ് രാജ്യത്തിലെ ബഹുഭൂരിപക്ഷത്തിനും ലഭിച്ചത്. സാമൂഹ്യക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ട പൊതുമേഖലകൾ ഒന്നൊന്നായി ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലകൾക്ക് തീരെഴുതുമ്പോൾ ഒരു ഭാഗത്ത് കോർപ്പറേറ്റുകൾ തടിച്ചു കൊടുക്കുകയും മറുഭാഗത്ത് ദരിദ്രനും സമ്പന്നനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഫലം. ഇന്ന് ഒന്നൊഴിയാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും
കോർപ്പറേറ്റുകളിൽ നിന്ന് പണം പറ്റുന്നുണ്ട്. ഇത് മുതലെടുത്ത് നമ്മുടെ ഭരണക്രമത്തിൽ കോർപ്പറേറ്റുകൾ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അത് ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം പല സംഗതികളിലും നമുക്ക് വ്യക്തമാണ്. സ്വാഭാവികമായി തങ്ങളുടെ വോട്ട് കിട്ടുന്ന പാർട്ടികൾക്കൊന്നും ഇതിനെ ചെറുക്കാനാവുന്നില്ല. അതേസമയം മൂലധന ശക്തികളുടെ കടന്നുകയറ്റത്തെ തങ്ങളാലാവും വിധം ചെറുത്തു നിൽക്കുന്നത് ഓരോ പ്രദേശത്തെയും ജനങ്ങളാണ്. ഒപ്പം അവരോടൊപ്പം പോരാടുന്ന പ്രതിരോധ സംഘങ്ങളുമാണ്. നന്ദിഗ്രാമും സിംഗൂരും കൂടംകുളവും എല്ലാം സമീപകാല ഉദാഹരണങ്ങൾ. അതോടൊപ്പം ഒരു സംഗതി കൂടി കൂട്ടി വായിക്കേണ്ടത് വമ്പൻ രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ വലിയ സമരങ്ങൾ ഒരിടത്തും എത്താതെ പലപ്പോഴും പിന്മാറ്റത്തിലും അതുപോലെ ഒത്തുതീർപ്പിലും ഒക്കെ കലാശിക്കുമ്പോൾ ജയം കാണുന്ന ഈ സമരങ്ങളിൽ പലതും ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ചെറിയ സംഘങ്ങളുടേതാണ് എന്നുകൂടി ഇതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയും വിവിധ മാധ്യമങ്ങളും 2012 റിപ്പോർട്ട് ചെയ്ത പ്രകാരം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശേഖരിച്ച കണക്കുകൾ അനുസരിച്ച് 2007 മുതൽ 2012 വരെയുള്ള കാലയളവിൽ കോർപ്പറേറ്റുകൾ പ്രമുഖ പാർട്ടികൾക്ക് സംഭാവനയായി നൽകിയ തുക 4400 കോടിയാണ്. കോൺഗ്രസ് ആണ് 1660 കോടിയുമായി ഒന്നാം സ്ഥാനത്തുള്ളത്. BSP 1226 കോടിയും BJP 852 കോടിയും CPM-ന് 335 കോടിയും സമാജ്വാദി പാർട്ടിക്ക് 200 കോടിയും NCPക്ക് 140 കോടിയും കോർപ്പറേറ്റുകളിൽ നിന്നും ലഭിച്ചു. മറ്റു വാക്കിൽ പറഞ്ഞാൽ 6 പ്രമുഖ പാർട്ടികൾക്ക് പ്രതിവർഷം കോർപ്പറേറ്റുകളിൽ നിന്ന് സംഭാവനയായി മാത്രം ലഭിക്കുന്നത് തുക 870 കോടിയാണ്. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ കീഴിലുള്ള ജനറൽ ഇലക്ട്രൽ ട്രസ്റ്റ് BJPക്കും കോൺഗ്രസിനും ഒരുപോലെ സംഭാവന നൽകിയിട്ടുണ്ട്. ഈ വലിയ വലിയ കമ്പനികൾ എല്ലാവരെയും സന്തോഷിപ്പിക്കണമല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടതുപോലെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏഷ്യാനെറ്റ് ഹോൾഡിംഗ് BJPക്ക് 10 കോടി രൂപ നൽകി. എന്നാൽ തങ്ങളുടെ സഹായികളുടെ വിവരം പുറത്തു പറയാൻ പാർട്ടികൾക്ക് കടുത്ത വിമുഖതയാണ്. അത് പുറത്തറിയുന്നതിൽ കമ്പനികൾക്കും വലിയ താല്പര്യമില്ല. കാരണം പുറത്തിറങ്ങിയാൽ കുറച്ച് തുക കിട്ടിയ പാർട്ടികളിൽ തങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കും എന്നുള്ളതാണ് കമ്പനികളുടെ ഭയം. അതേസമയം പാർട്ടികൾ പുറത്തുവിടാത്തത് തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാശ് പുറത്തറിയുന്നത് അവർക്ക് താല്പര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ മറ്റൊരു പ്രശ്നം, 20,000 മുകളിലുള്ള തുകക്ക് മാത്രമേ കണക്ക് സൂക്ഷിക്കേണ്ടതുള്ളൂ. 20,000 താഴെ ഇത് എത്ര വാങ്ങിയാലും എത്ര മൾട്ടിപ്ലിക്കേഷനായി 1 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ 5 ആളുടെ പേരിൽ 20,000 വെച്ച് സംഭാവന വാങ്ങിയാൽ അതിന്റെ കണക്ക് കൊടുക്കേണ്ടതില്ല. അതും ഇവർക്ക് വളരെ സൗകര്യമാവുന്നു എന്നുള്ളതാണ്. കോർപ്പറേറ്റുകളുടെ പണത്തിനോടൊപ്പം പാർട്ടികളുടെ കഴുത്തിൽ മുറുകുന്നത് അവരുടെ ചരടുകളും കൂടിയാണ്. പണത്തിന്റെ സ്വാധീനം മൂലം കോർപ്പറേറ്റ് ലോബിയിൽ പാർട്ടികൾ തരം പോലെ കുടുങ്ങുന്നു. ഒരു കാര്യം വ്യക്തമാണ്, പണത്തിന് മീതെ ഇപ്പോഴും പലതൊന്നും പറക്കുന്നില്ല. ഇടത്തായാലും വലത്തായാലും ഇനി നടുവിലായാലും ഈ രാഷ്ട്രീയ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ്. ചിലർ കൂടുതൽ നഗ്നരാണെന്ന് മാത്രം. മറ്റൊരു സംഗതി, വിദേശ സംഭാവന നിയന്ത്രണ നിയമപ്രകാരം വിദേശ കമ്പനികളിൽ നിന്നോ വിദേശ കമ്പനികളുടെ ഇന്ത്യയിലുള്ള ഏജൻസികളിൽ നിന്നോ പണം വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ BJPയും കോൺഗ്രസും ഒരുപോലെ ഈ 2 കമ്പനി സ്ഥാപനങ്ങളിൽ നിന്നും ഇഷ്ടംപോലെ പണം വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. 5. ശക്തിപ്പെടുന്ന മക്കൾ രാഷ്ട്രീയം. രാഷ്ട്രീയം എന്നത് കൂടുതൽ കുടുംബകാര്യമായി വരികയാണ്. താവഴിയായി നെഹ്റു കുടുംബം ഭരിക്കുന്ന കോൺഗ്രസിന്റെ വഴിയിലാണ് ഇന്ന് മറ്റു പ്രമുഖ പാർട്ടികളും. ഇടവേളകളിൽ സംഭവിച്ച അപവാദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സ്വാതന്ത്ര്യത്തിന്റെ 6 പതിറ്റാണ്ടുകൾക്കിപ്പുറവും പാർട്ടിയെ നയിക്കാൻ നെഹ്റു കുടുംബത്തിൽ തന്നെ പ്രതീക്ഷയർപ്പിക്കുകയാണ് കോൺഗ്രസ്. ജവഹർലാൽ നെഹ്റു, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, സഞ്ജയ് ഗാന്ധി, രാഹുൽ, പ്രിയങ്ക, മനേക, വരുൺ, ഉമാ നെഹ്റു, അരുൺ നെഹ്റു, അങ്ങനെ പോകുന്നു നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയ പങ്കാളിത്തം. കൂട്ടത്തിൽ പറയട്ടെ, പേരിന്റെ വാലറ്റത്ത് ഗാന്ധി എന്ന് ചേർക്കാൻ ലഭിച്ച സൗഭാഗ്യവും ഈ കുടുംബത്തെ ഏറെ സഹായിച്ചിട്ടുണ്ട്. കാരണം ആൾക്കാർ വിചാരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പിന്തുടർച്ചയാണ് ഈ ഗാന്ധി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മിക്ക സംസ്ഥാനങ്ങളിലും മക്കൾ അല്ലെങ്കിൽ കുടുംബഭരണമാണ്. പാർട്ടിയിലെ പിൻഗാമികളായി എത്തുന്നത് പലപ്പോഴും മക്കൾ തന്നെ. തനിക്ക് ശേഷവും ജനങ്ങൾ സേവിക്കപ്പെടാതെ പോകരുതല്ലോ. ആന്ധ്രയിൽ മുൻ മുഖ്യമന്ത്രി NT രാമറാവുവിന്റെ കുടുംബം ഒന്നടങ്കം രാഷ്ട്രീയത്തിലെത്തി. 2ാം ഭാര്യ ലക്ഷ്മി പാർവതി, മരുമകൻ ചന്ദ്രബാബു നായിഡു, മക്കളായ ഹരികൃഷ്ണ, ബാലകൃഷ്ണ, മകൾ പുരന്ദരേശ്വരി, മരുമകൻ വെങ്കടേശ്വര റാവു എന്നിവരും മറ്റൊരു മുഖ്യൻ വിജയഭാസ്കർ റെഡ്ഡിയുടെ മകൻ JP റെഡ്ഡിയും മുൻ മുഖ്യമന്ത്രി രാജേശ്വർ റെഡ്ഡിയുടെ മകനും ഭാര്യയും സഹോദരനും ഒക്കെ രാഷ്ട്രീയത്തിലെത്തി. ബീഹാറിൽ ലാലു ഭാര്യയെ കൊണ്ട് ഭരിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. കൂടെ അളിയന്മാരായ സാധു യാദവും സുഭാഷ് യാദവും ഉണ്ടായിരുന്നു. അതുപോലെ മിശ്ര കുടുംബത്തിൽ നിന്നും ലളിത് നാരായൺ മിശ്ര, മകൻ വിജയ്കുമാർ മിശ്ര, സഹോദരൻ ജഗന്നാഥ് മിശ്ര, ഇദ്ദേഹത്തിന്റെ മകൻ നിതീഷ് മിശ്ര, അങ്ങനെ നീളുന്നു പട്ടിക. തമിഴ്നാട്ടിൽ മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ, അഴഗിരി, മകൾ കനിമൊഴി, മുരശ്വരിമാരൻ, ദയാനിധിമാരൻ, ഇവരൊക്കെ ഉണ്ടാക്കിയ തുകലുകൾ നമുക്കറിയാം. എന്നിവരും മന്ത്രിമാരും ഉപമന്ത്രിമാരും വരെയായെങ്കിൽ മുൻ മുഖ്യമന്ത്രി MGRന്റെ ഭാര്യ മുഖ്യമന്ത്രി തന്നെയായി. മഹാരാഷ്ട്രയിൽ ശിവസേന താക്കറെമാരുടെ കുടുംബസ്വത്താണല്ലോ.
അതുപോലെ ശരത് പവാറിന്റെ മകൾ സുപ്രിയയും ജ്യേഷ്ഠപുത്രൻ അജിത് പവാറും രാഷ്ട്രീയത്തിലെത്തി. കാശ്മീരിൽ ഷെയ്ഖ് അബ്ദുള്ള, ഫാറൂഖ് അബ്ദുള്ള, ഉമർ അബ്ദുള്ള 3 പേര് മുഖ്യമന്ത്രിമാരെ. അതുപോലെ മുലായം സിംഗിന്റെ മകൻ അഖിലേഷ് യാദവ് യു പി ഭരിക്കുന്നു. ഭാര്യ ഡിംപിൾ യാദവും ഉണ്ട് രാഷ്ട്രീയത്തിൽ. ചരൺ സിംഗ്, അജിത് സിംഗ്. രാജസ്ഥാനിൽ രാജേഷ് പൈലറ്റ്, സച്ചിൻ പൈലറ്റ്. മധ്യപ്രദേശിൽ വിജയരാജ സിന്ധ്യ, വസുന്ധര രാജ സിന്ധ്യ, മാധവ് റാവു സിന്ധ്യ. ഹരിയാനയിൽ ദേവിലാൽ, ഓംപ്രകാശ് ചൌത്താല, രഞ്ജിത് സിംഗ്. ഒറീസയിൽ ബിജു പട്നായിക്, നവീൻ പട്നായിക്. കർണാടകയിൽ ദേവഗൌഡ, കുമാരസ്വാമി, ദേവണ്ണ. അങ്ങനെ നീളുന്നു അറ്റം കാണാത്ത ഈ പട്ടിക. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇത് നവാഗതരാണെങ്കിലും കേരളവും മക്കൾ രാഷ്ട്രീയ രംഗത്ത് ഒരു കൈ നോക്കുകയാണ്. കരുണാകരന്റെ മക്കള് നമുക്കറിയാം, മുരളിയും പത്മജിയും. അതുപോലെ മാണി, ജോസ് കെ മാണി, CH മുഹമ്മദ് കോയ, MK മുനിയർ, TM ജേക്കബ്, അനൂപ് ജേക്കബ്, R ബാലകൃഷ്ണപിള്ള, ഗണേഷ് കുമാർ, PB കുറുപ്പ്, KP മോഹനൻ, ബേബി ജോൺ, ഷിജു ബേബി ജോൺ, ഉമ്മൻചാണ്ടി, ചാണ്ടിമ്മൻ മുതലായവരും മക്കൾ രാഷ്ട്രീയത്തിലുള്ള കേരളത്തിന്റെ സംഭാവനയാണ്. കഴിവും യോഗ്യതയും തെളിയിച്ച് രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വന്നവരല്ല ഇവരിൽ മിക്കവരും. തങ്ങളുടെ അധികാരവും അതിലൂടെ നേടിയ സൗഭാഗ്യങ്ങളും തുടർന്നും തങ്ങളുടെ മക്കൾക്കും കുടുംബക്കാർക്കും ലഭിക്കണമെന്ന രാഷ്ട്രീയക്കാരുടെ ദുരാഗ്രഹമാണ് ഞെക്കിപ്പഴിപ്പിച്ച് മക്കളെ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അതിരുകളില്ലാത്ത അഴിമതി. അമിത ഉപയോഗം മൂലം തേഞ്ഞുപോയ ഒരു പദമാണ് ഇന്ന് അഴിമതി. കേട്ട് തഴമ്പിച്ച് എത്ര വലിയ അഴിമതി കഥകളും ജനങ്ങൾക്ക് കൗതുകമല്ലാതായിരിക്കുന്നു. അഴിമതിയിൽ ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ 9ാം സ്ഥാനമാണ്. ഈ 9ാം സ്ഥാനം എന്ന് പറയുമ്പോൾ അതിന് മുമ്പിലുള്ള രാഷ്ട്രങ്ങൾ ഏതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ലൈബീരിയ, ഉഗാണ്ട, നൈജീരിയ തുടങ്ങിയൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള രാജ്യങ്ങൾ. ഇന്ത്യയിൽ 54% ജനങ്ങളും കൈക്കൂലി നൽകുന്നു എന്നാണ് കണക്ക്. ജനങ്ങളുടെ കണ്ണിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാർ രാഷ്ട്രീയക്കാരാണ്. 2ാം സ്ഥാനം പോലീസിനും. പാർലമെന്റ്, നിയമസഭാ മെമ്പർമാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമാണ് തുടർന്നു വരുന്നത്. അച്ഛനെ നല്ലത് പറയിക്കുന്ന മകൻ എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഇന്ത്യയിലെ അഴിമതിയുടെ കാര്യത്തിൽ ഇത് വളരെ ശരിയാണ്. പുതുതായി വരുന്ന ഓരോ അഴിമതിയും തുകയുടെ വലിപ്പത്തിന്റെ കാര്യത്തിൽ പഴയതിനെ പുറന്തള്ളുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഒരു പ്രധാനമന്ത്രി തന്നെ പാർലമെന്റിൽ തന്റെ ഭൂരിപക്ഷം നിലനിർത്താൻ കോടികൾ കൊടുത്ത് MP-മാരെ വിലക്ക് വാങ്ങുന്നതും സൽഭരണം പാടുന്ന BJPയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ കൈക്കൂലി വാങ്ങുന്നതിന് കൈയോടെ പിടിയിലാവുന്നതും നമ്മൾ കണ്ടു. ഓരോ കുംഭകോണവും തകർക്കുന്നത് ഒരുപാട് വിഗ്രഹങ്ങളെയാണ്. കൈവിരലുകളിലും കാൽക്കുലേറ്ററുകളിലും ഒന്നും ഒതുങ്ങാത്തതാണ് ഓരോ അഴിമതി കഥകളിലെയും അക്കങ്ങൾ. ആവേശത്തോടെ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങൾ പോലും ഇതേ അഴിമതി കഥകളിൽ ഭാഗവാക്കുകളാകുന്ന കാഴ്ച എത്രമാത്രം ദയനീയമാണ്. 2G സ്പെക്ട്രം അഴിമതിയുമായി ബന്ധപ്പെട്ട് അംബാനിയുടെയും രത്തൻ ടാറ്റയുടെയും ഇടനിലക്കാരിയായ നീര റാഡിയുമായി മാധ്യമപ്രവർത്തകർ നടത്തിയ സ്വകാര്യ സംഭാഷണത്തിന്റെ രേഖകൾ പുറത്തുവന്നത് ഓർക്കുക. 7. പ്രാദേശിക കക്ഷികൾ ശക്തിപ്പെടുന്നു, ദേശീയ കക്ഷികൾ ദുർബലമാകുന്നു. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗുണപരമായ ഒരു മാറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗതിമാറ്റമാണ്. പ്രാദേശിക കക്ഷികൾ ശക്തിപ്പെടുകയും ദേശീയ കക്ഷികൾ ദുർബലമാവുകയും ചെയ്യുന്ന പ്രവണത. 1989 രാജീവ് ഗാന്ധി അധികാരത്തിൽ നിന്ന് പടിയിറങ്ങിയ ശേഷമുള്ള ഒരു ഗവൺമെന്റും ഒറ്റക്ക് ഭൂരിപക്ഷം നേടി ഭരിച്ചവരല്ല ഇന്ത്യയിൽ. VP സിംഗ്, ചന്ദ്രശേഖർ, നരസിംഹറാവു, വാജ്പേയി, ദേവഗൌഡ, IK ഗുജറാൾ തുടങ്ങി മൻമോഹൻ സിംഗ് വരെയുള്ള സർക്കാരുകൾ ഭരിച്ചത് കൂട്ടുകക്ഷികളുടെയും മറ്റു പിന്തുണയോടെയായിരുന്നു. ജനതാദൾ, BSP, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി തുടങ്ങി പ്രാദേശിക കക്ഷികൾ ശക്തി പ്രാപിച്ചു. ആരോഗ്യകരമായ ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക കക്ഷികൾ ശക്തി സംഭരിക്കുക വഴി സംഭവിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വികേന്ദ്രീകരണം ശുഭസൂചനയായി വേണം കരുതാൻ. ജനാധിപത്യം എന്നാൽ ജനാഭിലാഷം, ജനങ്ങളുടെ ഭരണം എന്നതാണല്ലോ ജനാധിപത്യത്തിന്റെ പൊതുവായ നിർവചനം. യഥാവിധി നടപ്പിലാക്കിയാൽ ജനങ്ങളുടെ അഭിലാഷങ്ങളുടെ പ്രതിഫലനമാവും ജനാധിപത്യം. എന്നാൽ ഇന്നത് പ്രതിഫലിപ്പിക്കുന്നത് ഭരണാധികാരികളുടെ താല്പര്യങ്ങളാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ അധികാരി വർഗത്തിന്റെ ആസക്തികളാണ്. ബിജു ബി നായരുടെ ഭാഷയിൽ പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കമ്പോള വില കുത്തനെ കയറുന്ന ഉരുപ്പടിയാണ് ഇന്ന് പൊതുജനം. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് അവർക്ക് തൃണവില മാത്രം. ഈ അവസ്ഥ മാറേണ്ടതുണ്ട്. ഇങ്ങനെ 5 വർഷത്തിലൊരിക്കൽ വോട്ട് കൊടുക്കുന്നതിന്റെ പേരാകുന്നത് ജനാധിപത്യം. ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്നവർ തങ്ങളെ സേവിക്കുന്നില്ലെങ്കിൽ, തങ്ങൾക്ക് നൽകിയ വാക്കുകളും വാഗ്ദാനങ്ങളും പാലിക്കുന്നില്ലെങ്കിൽ അവരെ തിരിച്ചു വിളിക്കാനും ജനങ്ങൾക്ക് സാധിക്കേണ്ടത്. അപ്പോഴാണ് പങ്കാളിത്ത ജനാധിപത്യം യാഥാർത്ഥ്യമാവുക. അധികാരികളുടെ അഭിലാഷങ്ങളിൽ നിന്ന് ജനങ്ങളുടെ അഭിലാഷങ്ങളിലേക്ക് ജനാധിപത്യത്തെ നമുക്ക് തിരിച്ചു വിളിക്കേണ്ടിയിരിക്കുന്നു. ജനക്ഷേമമാവണം രാഷ്ട്രീയ പാർട്ടികളെ നയിക്കുന്ന അടിസ്ഥാന താല്പര്യം. ജനങ്ങളുടെ പുരോഗതിയാവണം രാജ്യത്തിന്റെ പുരോഗതി. ഏട്ടിലെ പശുക്കളായിരുന്ന പ്രകടന പത്രികയിലെയും ധവളപത്രങ്ങളിലെയും ജനക്ഷേമമല്ല, അടിസ്ഥാന വർഗങ്ങളുടെ, പിന്നാക്ക വിഭാഗങ്ങളുടെ, ആദിവാസികളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം,
ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിലുള്ള അവകാശം മുതലായവയിലുള്ള പുരോഗതിയാവണം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്ന 42% വരുന്ന ജനങ്ങളുടെ പുരോഗതിയാവണം. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത കോടിക്കണക്കിന് ജനങ്ങളുടെ വിശപ്പടക്കാനുള്ള പുരോഗതിയാവണം. നേർക്കാഴ്ചകൾ. രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണല്ലോ. ഇന്ത്യക്കാർ ഒന്നുകിൽ അമുൽ ബേബിയാലോ അല്ലെങ്കിൽ മറുഭാഗത്തുള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാഷിസ്റ്റിനാലോ ഭരിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന പൊതുവിശ്വാസത്തെയാണ് ആം ആദ്മി പാർട്ടിയുടെ അരങ്ങേറ്റവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ദുർബലമാക്കുന്നത്. മുഖ്യമായും ഇരുകക്ഷികൾ തമ്മിൽ പാരമ്പര്യമായി ഏറ്റുമുട്ടിയിരുന്ന സംസ്ഥാനമാണ് ഡൽഹി. അത് 3 കക്ഷികൾ തമ്മിലുള്ള മത്സരമായി വികസിപ്പിക്കുവാൻ, തൂക്ക് പാർലമെന്റിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ അരങ്ങേറ്റം കൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത. ഇത് വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഒരു ബഹുകക്ഷി പോരാട്ടമാകാനുള്ള സാധ്യതകളെ കൂടുതൽ ശക്തമാക്കുന്നു. പാർട്ടി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മുൻപിൻ നോക്കാണ്ട് വോട്ട് കൊടുക്കുക എന്നുള്ളതാണ് പൊതുവെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന രീതി. അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മറ്റൊരു സവിശേഷത. കാരണം ഡൽഹിയിൽ BJP നടത്തിയ പഠനം, അവരുടെ ആളുകൾ RSSകാരും അതുപോലെ ABVP പ്രവർത്തകരൊക്കെ ഒന്നായി പോയി ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കി കൊടുത്തത്. പാർട്ടി നിർദ്ദേശം അതേസമയം ഒരു രാഷ്ട്രീയ പ്രക്രിയയിലൂടെ അല്ല AAP-യുടെ വളർച്ച ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അവരുടെ മുഖ്യ മുദ്രാവാക്യങ്ങൾ അഴിമതിയും കഴിവുകേടും തുടച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു. അഴിമതിയും കഴിവുകേടും തുടച്ചു മാറ്റിയാൽ നമ്മുടെ ഭരണരംഗം സർവം ശുദ്ധമാകുമെന്ന വിശ്വാസം മിതമായി പറഞ്ഞാൽ അമിതമായ ലളിതവൽക്കരണമാണ്. കോർപ്പറേറ്റ് ഭീമന്മാർ മുതൽ മുടക്കാനും തെരഞ്ഞെടുപ്പ് ചെലവുകൾ വഹിക്കാനുമുള്ളപ്പോൾ അഴിമതി ചെയ്യേണ്ട കാര്യമില്ല എന്ന് ജ്ഞാനപീഠം ജേതാവായ UR അനന്തമൂർത്തി പറഞ്ഞു കൊടുക്കുക. കാശ് ഇഷ്ടം പോലെ കിട്ടുമ്പോൾ പിന്നെ അഴിമതി മാത്രമല്ലല്ലോ ഓപ്ഷനുള്ളത്. ഓപ്ഷനുകൾ രാഷ്ട്രീയക്കാർക്ക് മുമ്പിൽ ഒരുപാടുണ്ട്. ആം ആദ്മി BJP-യെ പോലെ സമഗ്രാധിപത്യ സ്വഭാവമുള്ള ഒരു പാർട്ടിയായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. കോൺഗ്രസും BJP-യും ചേർത്ത് കുട്ടിച്ചോറാക്കിയ കലക്കവെള്ളത്തിൽ അധികാരത്തിലേറിയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി. വെള്ളത്തിന്റെ കലക്കം മാറി തെളിഞ്ഞു വരുമ്പോൾ പ്രശ്നങ്ങളെ അവർ എങ്ങനെ നേരിടുന്നു എന്നതും, ഡൽഹിക്കപ്പുറം വളർച്ച ആഗ്രഹിക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ അവരുടെ നിലപാടുണ്ട് എന്നതും കാണാനിരിക്കുന്നതേ ഉള്ളൂ. യൂത്ത് ഫോർ ഈക്വാലിറ്റി എന്ന സംഘടനയിലൂടെ സംവരണ വിരുദ്ധ പോരാട്ടത്തിന് നിങ്ങൾ ആ കാലഘട്ടം ഒന്ന് ഓർത്തു നോക്കുക. സംവരണ വിരുദ്ധ പോരാട്ടത്തിൽ സജീവമായിരുന്നു അത്രേ കെജ്രിവാൾ. അനാവശ്യ ചെലവുകൾ കുറക്കാനും ചെലവ് ചുരുക്കാനുമുള്ള മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ താല്പര്യത്തെ വില കുറച്ച് കാണുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അധികാര ചക്രങ്ങൾ സുഗമമായി ചലിപ്പിക്കാൻ ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ പോലും സ്വയം നിഷേധിച്ച് വിധിവേഷം കെട്ടി ഒരു ഭരണാധികാരി കയ്യടി വാങ്ങേണ്ട കാര്യവുമില്ല. തങ്ങളുടെ പോളിസികളിലൂടെയാണ് ഭരണാധികാരി സാധാരണക്കാരുമായി താതാത്മ്യം പ്രാപിക്കേണ്ടത്. ശരാശരി പൗരന്മാരുടെ ജീവിതം അതീവ ദുസ്സഹമാക്കി തുടരുന്ന കോൺഗ്രസിന്റെ ദുർഭരണം ജനങ്ങൾക്ക് അസഹനീയമായിരിക്കുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി ഭരണകൂടത്തിന് നേതൃത്വം നൽകി 2004 മുതൽ രാജ്യം ഭരിക്കുന്ന മൻമോഹൻ സർക്കാർ ഇക്കഴിഞ്ഞ 9 വർഷങ്ങൾക്കിടക്ക് പ്രമാദമായ എത്ര അഴിമതികളിൽ കുടുങ്ങിയെന്നോ എത്ര മന്ത്രിമാരെ പുറത്താക്കിയെന്നോ പ്രധാനമന്ത്രിക്ക് പോലും തിട്ടമുണ്ടാവുകയില്ല. അവസരം മുതലാക്കാൻ വാപൊളിച്ചു നിൽക്കുന്ന ഫാസിസത്തെ പുൽകാൻ ജനങ്ങൾ നിർബന്ധിതരാകുന്ന സാഹചര്യം ഇതാണ്. എന്നാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മറുഭാഗത്തുള്ളത് നടേ പറഞ്ഞ ലക്ഷണമൊത്ത ഫാസിസ്റ്റാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ തലപ്പത്തേക്ക് ഒരു OBC-കാരന്റെ വരവ് സാധാരണഗതിയിൽ സ്വാഗതാർഹമാവേണ്ടതാണ്. അതേസമയം RSSന് അസ്വീകാര്യമാവേണ്ടതുമാണ്. പക്ഷേ മോഡിയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. കുപ്രസിദ്ധമായ ഗുജറാത്ത് വംശഹത്യയിലൂടെയും ഗുജറാത്തിൽ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭയവും ഭീതിയും പ്രചാരവേലകളും മുഖ്യ ആയുധങ്ങളാക്കി അത് വോട്ടാക്കി മാറ്റുന്നതിലൂടെയും പരിവാറിനെ അവഗണിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ശക്തിയായി മോഡി വളർന്നു. ത്യാഗമല്ല ഹിംസയാണ് ഒരു വ്യക്തിയെ വീരപുരുഷനാക്കുന്നതെന്നും ഹിംസക്കിരയാവുന്നവർക്കല്ല വിജയിക്കുന്നവർക്കാണ് ദർവിഷ്ഠൻ എന്ന പദവി ലഭിക്കുന്നതെന്നും മോഡിക്ക് മനസ്സിലായിരിക്കണമെന്ന് ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ കാഞ്ചായലയ നിരീക്ഷിക്കുന്നുണ്ട്. ജാതിയിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥിതിയെ തിരിച്ചറിയുന്നതിൽ കോൺഗ്രസും മാർക്സിസ്റ്റുകളും ഒരുപോലെ പരാജയപ്പെട്ടപ്പോൾ BJP അത് തിരിച്ചറിയുകയും തന്ത്രപൂർവ്വം തങ്ങളുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു. ഹിന്ദുത്വത്തിന് കാര്യശക്തി കൂട്ടാൻ OBC-കാർക്ക് പാർട്ടിയിലും നേതൃത്വത്തിലും ഇട നൽകുന്നതിലും അവരെ തങ്ങളോടൊപ്പം സംഘടിപ്പിക്കുന്നതിലും BJP വിജയിച്ചു. മോഡിയും കല്യാൺ സിംഗും വിജയ് കത്യാർ, ഉമാഭാരതി പോലുള്ളവരും ഉയർന്നു വന്നത് അങ്ങനെയാണ്. രാഷ്ട്രീയമായി അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങൾ മുഖ്യധാരാ രാഷ്ട്രീയവും ഇടതുപക്ഷവും അവരെ പരിഗണിക്കുക പോലും ചെയ്യാതിരുന്നപ്പോൾ തങ്ങളെ പരിഗണിക്കുന്നു എന്ന് അവർക്ക് തോന്നിയവരുടെ കൂടെ പോയി. അഥവാ അങ്ങനെ തോന്നിക്കുന്നതിൽ BJP വിജയിച്ചു. ഇത് കാഞ്ചായലയ തന്നെ 2002 ഹിന്ദുവിൽ എഴുതിയ ഒരു വാദം കൂടി ഞാൻ വായിക്കുകയാണ്.
മതേതരവാദികളും കമ്മ്യൂണിസ്റ്റുകളും ഒബിസികളെ അവരുടെ സംഘടനകളിൽ വളരാൻ അനുവദിച്ചില്ലെങ്കിൽ മോഡി അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും ആവുകയും ചെയ്യും. 2002 അദ്ദേഹം ഇത് എഴുതുന്നത്. എന്നാൽ ഒബിസിക്ക് ഇടമനം അനുവദിക്കുമ്പോഴും ജാതീയതയും തള്ളിക്കളയാനാവാത്തതിലെ വൈരുദ്ധ്യം ബിജെപിയെ ആന്തരികമായി വേട്ടയാടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആസന്നമായ ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മതേതര പാർട്ടികൾ നന്നെ ചുരുങ്ങിയത് ഫാസിസത്തെ ചെറുത്തുതോൽപ്പിക്കുക എന്ന ഒരു പൊതുമിനിമം പരിപാടിയിലെങ്കിലും ഐക്യപ്പെടുന്നില്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ ഇരുളടഞ്ഞമാവുമെന്നതിൽ സംശയമില്ല. അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പറഞ്ഞാൽ സ്വന്തം നിലനിൽപ്പ് തന്നെ പരുന്നിലായിരിക്കുന്ന CPM മൂന്നാം മുന്നണി പോയിട്ട് ഇടതുപക്ഷത്തെ പോലും നയിക്കാൻ ത്രാണിയില്ലാതെ പ്രയാസപ്പെടുകയാണ്. അഴിമതിയും വർഗീയ കലാപങ്ങളും താരതമ്യേന കുറവായിരുന്നുവെങ്കിലും CPMന്റെ 35 വർഷം നീണ്ട ബംഗാൾ ഭരണം ഒരു പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ബംഗാളിലെ സാധാരണ തൊഴിലാളികളുടെയോ ചേരി നിവാസികളുടെയോ മുസ്ലിങ്ങളുടെയോ ജീവിതം ഏതൊരു തെന്നിന്ത്യൻ സംസ്ഥാനത്തെക്കാളും മോശമായ അവസ്ഥയിലാണ് എന്ന വസ്തുത ഈ വിലയിരുത്തലിന് തെളിവായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. സൈദ്ധാന്തികമായ കടുപ്പെടുത്തങ്ങൾക്കിടയിലും പ്രായോഗിക രാഷ്ട്രീയത്തിലെ ഈ പരാജയമാണ് CPMനെ പിറകോട്ടടിക്കുന്നത്. ആം ആദ്മിയെ പോലെ നവാഗത മധ്യവർഗ രാഷ്ട്രീയ പാർട്ടിക്ക് ഡൽഹി പോലൊരു സംസ്ഥാനത്തിൽ ഭരണം പിടിച്ചെടുക്കുമാറുള്ള പ്രകടനം കാഴ്ചവെക്കാനായപ്പോൾ എന്തുകൊണ്ട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വോട്ടർമാരിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ ആവുന്നില്ല? തങ്ങൾക്ക് യാതൊരു മുന്നനുഭവമില്ലാത്ത ഒരു പാർട്ടിയെ ജനവിശ്വാസത്തിലെടുത്ത് വിജയിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ഇനിയും ഇന്ത്യൻ ജനതയുടെ വിശ്വാസം നേടാൻ തങ്ങൾക്കാവുന്നില്ലെന്ന് ഇടതുപക്ഷവും CPMഉം മൂന്നാം മുന്നണിക്ക് കോപ്പ് കൂട്ടുന്ന ഇതര പാർട്ടികളും ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. ദീർഘകാലത്തെ പ്രവർത്തനം കൊണ്ട് ജനങ്ങളിൽ വേരോട്ടം നേടാനോ കോൺഗ്രസ് BJP ഇതര സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാനോ കഴിയാതിരിക്കുക വഴി ഫാസിസത്തെ കൂടുതൽ വളക്കൂറുള്ള മണ്ണായി ഇന്ത്യയെ പരിണമിപ്പിക്കുന്നതിൽ അറിഞ്ഞോ അറിയാതെയോ തങ്ങളും പങ്കാളികളാവുകയാണ്. ആം ആദ്മി തങ്ങളുടെ അജണ്ടയാണ് നടപ്പിലാക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രകാശ് കാരാട്ട് പറയുന്നത്. എന്തുകൊണ്ട് തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ മറ്റുള്ളവർ വേണ്ടിവരുന്നു? എന്തുകൊണ്ട് തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ ജനങ്ങൾ CPMനെ തന്നെ തെരഞ്ഞെടുക്കുന്നില്ല? 35 വർഷം തുടർച്ചയായി SFIയുടെ കൈവശമിരുന്ന കൽക്കത്ത യൂണിവേഴ്സിറ്റി ഭരണം തൃണമൂലിന്റെ വിദ്യാർത്ഥി യൂണിയന് മുന്നിൽ നഷ്ടമായത് ഈയിടെയാണ്. ഒരു കാലത്ത് ബഹുഭൂരിപക്ഷം കോളേജുകളും യൂണിവേഴ്സിറ്റികളും അടക്കിവരിച്ച SFIക്ക് മത്സരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ് ഇന്ന് ബംഗാളിൽ. തങ്ങളുടെ അജണ്ടയാണ് ബംഗാളിൽ മമതയുടെ തൃണമൂൽ നടപ്പിലാക്കുന്നതെന്ന് വേണമെങ്കിൽ പ്രകാശ് കാരാട്ടിന് ആശ്വസിക്കാം. സമാപനം. വിപ്ലവം എന്നത് അപ്പത്തിനു വേണ്ടി മാത്രമുള്ള സമരമല്ല, മനുഷ്യന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ